ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗാഥ, എന്നെ എന്തിനാ ഇങ്ങനെ സംശയിക്കുന്നേ? നീ എന്റെ മുന്നിൽ പുണ്യവതി ചമയണ്ട. നിന്നെയും നിന്റെ അമ്മയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാര്യം ചെയ്യും, ഞാൻ വീഡിയോ കോളിൽ വരാം. അപ്പൊ അറിയാലോ നീ പറയുന്നത് സത്യമാണോ എന്ന്. ഗാഥ, ഞാൻ പറയുന്നത് കേക്കൂ. നവീൻ, എഴുന്നേക്ക്, കഞ്ഞി കുടിക്കാം. ഞാൻ പറഞ്ഞില്ലേ വേണ്ടെന്ന്. അത്താഴപ്പട്ടിന് കിടക്കാൻ പറ്റില്ല, അത് നല്ലതല്ലെന്നാ കാരണവന്മാര് പറഞ്ഞിരിക്കുന്നത്. ഇതാരെ ഈ കാർന്നുമാരെ കുറിച്ചും ആചാരങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്? ഗാഥ ശ്രീനിവാസോ? സിറ്റിയിൽ നടക്കുന്ന ടാലന്റ് ഷോകളിലും ബ്യൂട്ടി കോൺടെസ്റ്റിലൊക്കെ പങ്കെടുക്കുന്ന ഒരാള് ഇങ്ങനെയൊക്കെയുള്ള വാല്യൂസ് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പതേ ഈ കഞ്ഞി കുടിച്ചേ. അപ്പൊ എന്റെ ഭാര്യക്ക് എന്റെ അടുത്ത് സ്നേഹമുണ്ട്. തലവേദന വന്നാ പിന്നെ കഞ്ഞിയുടെ കൂടെ അച്ചാറും മാത്രാണോ? അത് ചെറുപ്പത്തിൽ എപ്പോഴും ശീലിച്ചു പോയതാ. ഞാൻ വേറെ കറി എന്തെങ്കിലും എടുക്കണോ? വേണ്ട, താൻ കഴിച്ചോ? ഇല്ല, ഞാൻ കഴിച്ചോളാം. താൻ കഴിക്കാതിരിക്കുമ്പോ ഞാൻ എങ്ങനെയോടെ കഴിക്കുന്നത്? കേട്ടിട്ടില്ലേ, നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടണമെന്ന് പറഞ്ഞിട്ടുള്ളത്? അതിന് ഞാനിത് കഴിഞ്ഞാ കഴിക്കുമല്ലോ. പക്ഷെ എനിക്കൊരു ധൈര്യം വേണ്ടേ? ആദ്യം താൻ കുറച്ച് കുടിക്കേ, എന്നിട്ട് ഞാൻ കുടിക്കാം. വേണ്ട നവീൻ. എടോ, താൻ കുടിക്കുന്നുണ്ടെങ്കിൽ കുടിക്കേ. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ കാര്യം സത്യമാ. നവീൻ, ഞാൻ പറഞ്ഞത് കേക്കൂ. അതെന്താ താൻ പറയുന്നത് മാത്രം കേൾക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നേ? ഞാൻ പറയുന്നത് തനിക്കും കേൾക്കാലോ. സ്നേഹമുള്ള ഭാര്യയാണെങ്കിലേ ഭർത്താവ് പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ അനുസരിക്കണം. ഞാൻ നോക്കട്ടെ സ്നേഹമുണ്ടോന്ന്. എനിക്ക് പറ്റാത്തതുകൊണ്ടല്ലേ? ആ, എന്നാ എനിക്കും പറ്റില്ല. എടുത്തോണ്ട് വെക്കോ, ഞാൻ കിടന്നോളാം. കണ്ടോ? എടോ, ഇതിലിപ്പോ എന്താ അത്ര വലിയ സംഭവം? താൻ കുറച്ച് കഞ്ഞി കുടിക്കുന്നു, അത് കഴിഞ്ഞ് ഇത് മുഴുവനും ഞാൻ കുടിച്ചു തീർക്കുന്നു. അത്രയല്ലേ ഉള്ളൂ. ശരി, എന്നാ കുറച്ച്. അങ്ങനെ വഴിക്കുക. നവീൻ, വേണ്ട. കുടിക്കാൻ അങ്ങോട്ട് വേണേ. എവിടെ പോവാ? അല്ല, നവീന് കഞ്ഞി കുടിക്കണ്ടേ? ഞാനേ ഈ സ്പൂൺ കഴുകിക്കൊണ്ട് വരാം. വേണ്ട, ഞാനേ ഇതിൽ തന്നെ കുടിച്ചോളാം. അയ്യോ നവീൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് വേണ്ട നവീൻ. കുടിക്കടോ. എടോ, ജീവിതത്തിൽ എന്നും നമുക്ക് എത്ര വയസ്സായാലും നമ്മൾ ഇങ്ങനെ തന്നെ പരസ്പരം സ്നേഹിക്കണം കേട്ടോ. എനിക്കൊരിക്കലും തന്നിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അകത്ത് നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്ക് തന്നെ എനിക്കിഷ്ടമാണ്.
ഹലോ, നീ എന്ത് ചെയ്യാ? ഞാനേ ഉറങ്ങാൻ പോവാ. ഏത് മുറിയില്? ഇവിടെ എനിക്കൊരു മുറിയുണ്ട്. അതെനിക്കറിയാം. നീ ആ മുറി തന്നെയാണോ ഉറങ്ങുന്നതെന്നാ ഞാൻ ചോദിച്ചത്. അതെ. ആ, എനിക്ക് നിന്നെ വിശ്വാസമില്ല. നീ നവീന്റെ മുറിയിലായിരിക്കും. എന്തിനാ ഇങ്ങനെ സംശയിക്കുന്നേ? ഞാൻ എന്തിനാ നവീന്റെ മുറിയിൽ പോകുന്നേ? എനിക്ക് വ്രതമല്ലേ? ഓ, വ്രതമില്ലായിരുന്നെങ്കി നീ അങ്ങോട്ട് പോവായിരുന്നു അല്ലേ? ഗാഥ, എന്നെ എന്തിനാ ഇങ്ങനെ സംശയിക്കുന്നേ? നീ എന്റെ മുന്നിൽ പുണ്യവതി ചമയണ്ട. നിന്നെയും നിന്റെ അമ്മയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാര്യം ചെയ്യ്, ഞാൻ വീഡിയോ കോളിൽ വരാം. അപ്പൊ അറിയാലോ നീ പറയുന്നത് സത്യമാണോ എന്ന്. ഗാഥ, ഞാൻ പറയുന്നത് കേക്കൂ. രാത്രിയാണ്. ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. ഓ, അത് പറഞ്ഞ പിന്നെ ഞാൻ വിളിക്കില്ലല്ലോ. അപ്പൊ നിനക്ക് കാര്യങ്ങൾ എളുപ്പമാണല്ലോ അല്ലേടി? എങ്കിൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യൂ. കണ്ടില്ലേ, ഞാനിതിവിടെ കിടക്കാൻ തുടങ്ങാം. അങ്ങനെ പറയാനേ എളുപ്പല്ലേ? നീ ആ മുറി മുഴുവനും ഒന്ന് കാണിച്ചേ. കാണിക്കടി. അങ്ങോട്ട് കാണിക്കടി. അങ്ങോട്ട് കാണിക്കാനല്ലേ പറഞ്ഞ? മൂലയിലേക്ക് കാണിക്ക. ഇപ്പൊ വിശ്വാസമായോ ഗാഥയ്ക്ക്? ഇപ്പൊ തൽക്കാലം നിന്റെ മുറിയിൽ ആരുമില്ലെന്ന് ബോധ്യായി എന്ന് കരുതി രാത്രിയിൽ എങ്ങോട്ട് എഴുന്നേറ്റ് പോവണ്ട. പറഞ്ഞത് മനസ്സിലായോ? കിടന്നോ. എന്താ ഗാഥാമേഡം ഇതൊക്കെ? എനിക്ക് അവളെ വിശ്വാസമില്ല. വ്രതത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിലേ അവളെ സൂക്ഷിക്കണം. ആ തള്ളയുടെ മോളല്ലേ? അവരുടെ ശീലം ഇവൾക്കും കിട്ടിയിട്ടുണ്ടെങ്കിലോ? ഇങ്ങനെ സംശയം വെച്ച് പോയാൽ അത് അപകടോ? അവസാനം ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടി വരും. എന്ത്? അപ്പോ എന്റെ മനസ്സിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നല്ലേ പറയുന്നേ? അതല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നേ? മാഡം, നിങ്ങൾ ഇവിടുത്തെ ജോലിക്കാരിയാ. എന്നെ ഭരിക്കാൻ ശ്രമിക്കണ്ട, കേട്ടല്ലോ?